അപ്പൊ ഇന്നാള് പറയുക ഇനി വെള്ളരിക്ക എന്റെ മുമ്പിട്ട് കൊണ്ടുവരണ്ടാന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചെമ്മീത്തിന്റെ മണമൊന്നും ഇല്ലെങ്കിലും അതിന്റെ ഒരു ഫീലിൽ ഒഴിച്ചുകറിയായിട്ട് കഴിക്കാം. അപ്പൊ ഞാനില്ലേ ചെമ്മീൻ ഇടണില്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്. ചെമ്മീൻ ഇല്ലാത്ത എന്നാ പറയണേ, ചെമ്മീൻ പുളിങ്കറി. ചെമ്മീൻ പുളിങ്കറി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പാത്രത്തെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ലേ, ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് അധികം ഉണ്ടിരിക്കേണ്ട സമയമല്ലാന്ന്. കലത്തിലേക്ക് പുളി മറിഞ്ഞു വേണമെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു അമ്മച്ചി ഉള്ള സമയത്ത് 10-25 കൊല്ലം മുമ്പുള്ള സാധനമായിരുന്നു. കളയേണ്ട സാധനം ശരിക്കും കളയണത് നല്ലതാട്ടോ. ഒരു വീഡിയോയിൽ അമ്മയുടെ പുതിയ നൈറ്റികളൊക്കെ കണ്ടില്ലേ, അതിലൊരു നൈറ്റി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സ്പെഷ്യൽ കറി, അതെ, ചോറിലേക്കല്ല ഒഴിക്കുന്നത്, ഓട്സ് കഞ്ഞിയിലേക്ക് കുറച്ചുകൂടി ഒഴിക്കാട്ടോ. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുളി ഉള്ളത് കൊണ്ട് നല്ലതാണ്. ഇന്നില്ലേ നോയമ്പ് കാലത്ത് ചക്കക്കുരു മാങ്ങ, മോരുകറി, സാമ്പാറ്, നാരങ്ങ വറുത്തരച്ചത്, പിന്നെ വെള്ളരിക്ക മാങ്ങ ചക്കക്കുരു, വെള്ളരിക്ക മാങ്ങ അല്ലാതെ വെള്ളരിക്ക പുളി പിഴിഞ്ഞ് പച്ചത്തേങ്ങ അരച്ചത്. ഇനി വെള്ളരിക്ക അതാ പറയാൻ പറഞ്ഞോ. അപ്പൊ ഇന്നാള് പറയുക ഇനി വെള്ളരിക്ക എന്റെ മുമ്പിട്ട് കൊണ്ടുവരണ്ടാന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചാറുകറിക്ക് ഈ ചാറുകറി ഞാൻ പറയാറില്ലേ, വെച്ച് കഴിഞ്ഞ് 2 ദിവസത്തേക്കാ വെച്ചേക്കാറ്. വേവിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ പാത്രത്തിലാക്കി ചൂടാറി കഴിയുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞേച്ച് ഉടനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ. പിന്നെ ഉലർത്തുകറിയാ ഡെയിലി ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഈ വെള്ളരിക്ക പല ദിവസം ഇത് എന്താ ചാറുകറി എന്ന് ചോദിക്കും കേട്ടോ. അന്നേരം വെള്ളരിക്കയുടെ എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസം വെള്ളരിക്ക വേണ്ടാന്ന് നാളെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനൊരു ഇത് കണ്ടുപിടിച്ച് എൻ്റെ വീട്ടില് നോമ്പല്ലാത്ത സമയങ്ങളിൽ ഒരു കറി ഉണ്ടാക്കുവാർന്ന ഏത്തക്കായില്ലേ, അവിടേക്ക് എപ്പോഴും വാഴക്കൃഷി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെയും ഏത്തവാഴക്കയും കണ്ട് അമ്മ ഈ പുളി പിഴിഞ്ഞേച്ച് ഉണക്കച്ചെമ്മീനിട്ട് പച്ചത്തേങ്ങ അരച്ചൊരു കറി വെക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തേ ഇപ്പൊ ഈ നമുക്ക് ചെമ്മീനും പച്ചച്ചെമ്മീനും ഉണക്കമീനൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ലല്ലോ ഈ ദിവസങ്ങളില്. അപ്പൊ ഞാൻ ഓർത്തേ ചുമ്മാ പച്ചത്തേങ്ങ അരച്ച് ഇച്ചിരി പുളിയും പിഴിഞ്ഞൊരു ചാറുകറി വെക്കാം. അപ്പൊ ചിലപ്പോ എന്നാന്ന് ചോദിക്കും ഒഴിക്കാൻ എടുക്കുമ്പോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീത്തിന്റെ മണമൊന്നും ഇല്ലെങ്കിലും അതിന്റെ ഒരു ഫീലിൽ ഒഴിച്ചുകറിയായിട്ട് കഴിക്കാം. ചെമ്മീൻ ഇല്ലാത്ത ചെമ്മീൻ ഒഴിച്ചുകറി. അതെ, അങ്ങനെ പേരിട്ടോ. നോമ്പ് കാലത്തെ ഒഴിച്ചുകറി അല്ലേ. അപ്പൊ നമുക്ക് ഏത്തവാഴ അങ്ങനെ പരിപാടിയില്ല, ചെറുവാഴകളേ ഉള്ളൂ. അപ്പൊ ഏത്തക്ക മേടിച്ച് വെച്ചിട്ടുണ്ട്. നാളെ പല ഐറ്റത്തിന് വേണ്ടി ഞാൻ മേടിപ്പിച്ചതാട്ടോ. അതിൽ ഞാൻ 2 കായ എടുത്ത് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് ഇനി ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പൊ ഞാനില്ലേ ചെമ്മീൻ ഇടണില്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്. പുളി പിഴിയും. അത് കൂടാതെ ഇല്ലേ ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഈ മട്ടിപ്പ് അങ്ങ് പോയി. പുളി പിഴിയുമ്പോ മട്ടിപ്പ് പോവുമെങ്കിലും ഇതും കൂടെ ചേരുമ്പോ വേറൊരു ടേസ്റ്റ് വരും. അപ്പൊ നമുക്ക് 2 കായ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല, ഞാൻ എങ്ങനെയാണെങ്കിലും കൂട്ടി തീർക്കും, കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പകുതി ടൊമാറ്റോ എടുത്താൽ മതി. പിന്നെ കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. വാളംപുളിയോ കൊടംപുളിയുടെ നീരോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോ വാളംപുളി ചേർക്കണം എന്നാന്ന് വെച്ചാൽ കൊടംപുളിയുടെ നീരിരുന്നതെല്ലാം വേത്രത്തെയായപ്പോൾ തീർത്തു. ഇനി ഉരുക്കി വെച്ചേർന്ന് അത് ഒന്നിനും ഉപയോഗിക്കാൻ തൽക്കാലം കാര്യങ്ങളില്ലല്ലോ, മീനും ചെമ്മീനും പരിപാടികളൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാനത് ഇനിയിപ്പോൾ ഉരുക്കി കഴിഞ്ഞാൽ ഇച്ചിരി ആയിട്ട് ഉരുക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് വാളംപുളി സിറപ്പ് ഒഴിക്കാം കേട്ടോ. അപ്പം ഈ ടൊമാറ്റോ കായ 3/4 വേവായി കഴിയുമ്പോൾ ചേർത്താൽ മതി. പുളി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും, വെറുവെറുന്നിരിക്കും. അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പും ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് വേവിക്കാൻ കഴിയാത്ത. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തേങ്ങയരപ്പിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കണത് തേങ്ങ, അത് നമുക്ക് ആവശ്യമുള്ള തേങ്ങ. ചുമന്നുള്ളി 2 ദളമുണ്ട്, വെളുത്തുള്ളി 1 ദളമുള്ളൂ കേട്ടോ. 1 ദളം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവ് മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രേ ഉള്ളൂ. അത് നമുക്ക് അരച്ചു വെക്കണം. ഇതിനു മുമ്പ് വെച്ചിട്ടില്ല ഈ കറി ഇവിടെ. ഇല്ല, ചെമ്മീൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പാടില്ല. അത് കാരണം നമ്മൾ ചെമ്മീൻ ഇടാതെ ഒന്ന് വെച്ച് നോക്കാം. ചെമ്മീൻ ഇല്ലാത്ത എന്നാ പറയണേ, ചെമ്മീൻ പുളിങ്കറി. അതെ. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. എന്തായാലും 2 കായ എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യം കായൽ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ചേർക്കാം. അപ്പൊ ദേ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അതിന്റെ ഒപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി,
പിന്നെ അരയ്ക്കാനായിട്ട് എരിവുമുളക് പൊടി ചേർത്തേക്കണോണ്ടേ ഈ ശരിക്കും കായ്ക്ക് വേവിക്കാനായിട്ടായിരുന്നു എരിവും മുളക് പൊടി ചേർക്കേണ്ടത്. ഞാനിപ്പോ ആ കണ്ടെയ്നറിൽ അരയ്ക്കാനായിട്ട് എടുത്തു വെച്ചു പോയി. അപ്പൊ ഞാനിപ്പോ കായലിപ്പോ ഏതായാലും ഇച്ചിരി ഒരു കളർഫുൾ ആയിക്കോട്ടെ, അപ്പൊ കായൽ ചേർക്കാനായിട്ട് ഇച്ചിരി പിരിയമുളക് പൊടിയാ ചേർക്കണം കേട്ടോ. മറ്റേ അരയ്ക്കാൻ എരിവാ ചേർക്കണത്, പച്ചമുളക് ചേർക്കണില്ല കേട്ടോ. പിരിയമുളക് പൊടിയാണേ. ഇനി ഇത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇരുന്ന് ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ വേവായി കഴിയുമ്പോൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം അത് കാണിക്കാൻ ചേർക്കണം. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഇതൊന്ന് ചുറ്റിച്ചേട്ടാട്ടോ. ചേട്ട കയ്യിലെടുത്തോണ്ട് വരാം അവിടെ നിന്ന്. കയ്യിലെടുത്തോണ്ട് വരാതാ നല്ലത്. എന്നിട്ട് ഈ പരുവത്തിന് കായ വെന്തു, ഏത്തക്കായ കേട്ടോ. ഞങ്ങൾ ഏത്തക്കായ എന്നാട്ടോ പറയണേ, ചില സ്ഥലങ്ങളിലൊക്കെ നേന്ത്രക്കായ എന്നാ. പകുതി ടൊമാറ്റോ, പകുതി ആട്ടോ ചേർക്കണോളൂ. ഒരു പുളിക്ക് പിന്നെ ടൊമാറ്റോക്ക് പുളിയൊന്നും ഇല്ല. മറ്റേ പുളി ചേർക്കണ്ട നമ്മള് ഓൾറെഡി വാളംപുളി. നാളെ തക്കാളി ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ട് പുളിക്ക് വേണ്ടി വേറെ സാധനം ആഡ് ചെയ്യേണ്ടി വന്നു. അതെ, പുളിക്ക് വേണ്ടി നീ പുളിയല്ലേ ചേർത്തത്, വാളംപുളി. തക്കാളിക്ക് പുളിയില്ലാഞ്ഞിട്ടേ. അയ്യോ, പക്ഷെ ഇപ്പേ നാടൻ തക്കാളി ഒരിടത്തും കാണുന്നില്ല. ഇങ്ങനെ വലിയ തക്കാളി ഷോപ്പിലൊക്കെ കാണുള്ളൂ, അപൂർവമായിട്ട് കടയിൽ വരുമെന്ന് തോന്നുന്നു. അതിപ്പോ നോക്കിയിരിക്കാൻ പറ്റൂല, ചെല്ലുമ്പോ എപ്പോഴും ഇതാ കിട്ടണത്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും, ഇരിങ്ങാലക്കുടയിലെ ചാച്ചൻ പണ്ട് ടൊമാറ്റോ ഇവിടെ എന്തുമാത്രം കൊണ്ടുവന്നപ്പോഴാണ് നാട്ടില് ഞാൻ ഓർത്ത് ഇതിന് മാത്രം ഇത് ഉണ്ടാവുമെന്ന്. എന്നിട്ട് പറഞ്ഞു വിട്ടു, അപ്പോഴും പറഞ്ഞു വിട്ടു, മോനെ ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഞാൻ അതിശയിച്ചു പോയി, എന്തോരാ കൊടുത്തു വിട്ടത്. നല്ല പുളിയും നല്ല സാധനം അല്ലേ. എന്നൊക്കെ പാചക പരിപാടി ഇതിലുണ്ടായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു നമുക്ക് വീഡിയോ ഒരുപാട് മുമ്പാ. ഇനി അതിലേക്ക് അലിഞ്ഞു ചേരട്ടെ ടൊമാറ്റോ. അത് കഴിഞ്ഞിട്ട് അരപ്പ് തയ്യാറാക്കി അതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ പുളി ആവശ്യത്തിന് ചേർക്കാം. അപ്പൊ അരച്ചെടുക്കണം കേട്ടോ. ഓക്കെ, കായൊക്കെ ഞങ്ങൾക്കുടെ ഭാഗത്തിന് ഞാൻ കുഴച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ കുഴയണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇവിടെ കുഴയണതാ ഇഷ്ടമെന്ന്. എനിക്കും അത് തന്നെയാ, കുഴയണതാ ഇഷ്ടം. അപ്പൊ ദേ കുഴഞ്ഞു, ടൊമാറ്റോ ഒക്കെ നോക്കിക്കേ അതിലേക്ക് ചേർന്നു വെന്ത. അപ്പൊ എന്നാന്നോ പുളി അത്യാവശ്യമുണ്ട്, പക്ഷെ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചില പുളി കുറവായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ സ്വല്പം വാളംപുളിയുടെ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് അങ്ങ് ചേർത്തോ. അപ്പൊ ഇല്ലേ, ഞാൻ പറയാൻ വന്നതെന്നറിയോ, നിങ്ങളെ കാണിച്ച തേങ്ങ അരച്ചു. ഈ തേങ്ങയരപ്പ് എപ്പോഴും നിങ്ങളെ കാണിക്കുമ്പോ ഞാൻ മിക്സ് ചെയ്യുന്ന തേങ്ങയരപ്പ് ഇതിലേക്ക് ഒഴിക്കണതാ കാണിക്കാറ്. അത് ശരിയല്ല ആ രീതി. മിക്സിന്ന് ശരിക്കും ഒരു പാത്രത്തിലേക്ക് എടുത്തേച്ച് മിക്സിയൊക്കെ കഴുകി ബൗളിലേക്ക് ഒഴിച്ച് എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചേച്ച് ഇതിലേക്ക് ഒഴിക്കുന്നതാണ് ശരിയായ രീതി. പഴയ അമ്മച്ചിമാർ ഞങ്ങളുടെ വീട്ടിലേക്ക്, എന്റെയൊക്കെ ഗ്രാൻഡ് മദറൊക്കെ അമ്മ എപ്പോഴും അന്നൊക്കെ കല്ലിലാട്ട് അരയ്ക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിക്സി ആയി, പക്ഷെ അവിടെയൊക്കെ ഹെൽപ്പിന് ആള് വന്നത്, സഹായിക്കാൻ ആള് വന്നതുകൊണ്ട് കല്ലിൽ മിക്കവാറും അരപ്പിക്കുമായിരുന്നു. എന്നിട്ട് എന്നെ ചെയ്യണേന്ന് അമ്മ ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന് പറയണ ഏതാണ്ട് കൗടിപ്പാത്രം എന്നാ. അമ്മ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ എന്റെ വീട്ടിലൊക്കെ പറയണ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അന്ന് ഉണ്ടായിരുന്നീ ഇരുമ്പ് കിണ്ണോന്നാ. ഇരുമ്പല്ല കേട്ടോ, അതൊരു തരം മെറ്റലാണ്. പക്ഷെ ഇപ്പൊ ഒരു ഷോപ്പിലും ഇല്ല. ഇപ്പൊ ഒരുപാട് കടയിൽ ഞാൻ ആ പാത്രം നോക്കി. എന്നാന്നറിയാം, എനിക്കത് ഭയങ്കര ഓർമ്മയാണ്. പക്ഷെ ഒരു കടകളിലൊക്കെ പറയപ്പോ അങ്ങനത്തെ പാത്രം വന്നില്ലാന്ന്. അപ്പൊ കടകളിൽ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ചേച്ചി ഇരുമ്പ് കിണ്ണോന്നല്ല അതിന് പറയണ കവടിപ്പാത്രം എന്നാണ്. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റോറിൽ എവിടെയോ ഒരെണ്ണം ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ അരികൊക്കെ ഇങ്ങനെ പോയി. അപ്പൊ ആ പാത്രം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പാത്രത്തെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എവിടെ കിട്ടും എന്നുള്ളത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഒപ്പിച്ചോളാണ്. ഇംഗ്ലീഷ് നെയിം പറഞ്ഞു തന്നാലും മതി. അപ്പൊ ആമസോണിൽ നോക്കാലോ. ചിലപ്പോ ചില കുക്കിംഗ് ചാനലിൽ ആ പാത്രം കാണാനുണ്ട് ചിലരുടെ കയ്യില്. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഭയങ്കര നൊസ്റ്റു. എനിക്ക് എങ്ങനെയാണെങ്കിലും അത് മേടിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അന്ന് ആ പാത്രത്തെ പറ്റി വലിയ പിടിപാടില്ല. അപ്പൊ അതെ നമുക്ക് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോവും. അരപ്പിലേക്ക് ചേർക്കും. അപ്പൊ ഞങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ, അമ്മച്ചി ഇവിടെ അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, അങ്ങനത്തെ പാത്രത്തിലേക്കില്ലേ അരപ്പ് വാങ്ങി വെച്ച് അരകല്ലൊക്കെ കഴുകി ആ പാത്രത്തിലേക്ക് തന്നെ അങ്ങ് ഒഴിക്കും, അരപ്പിലേക്ക്. എന്നിട്ടാണ് കലത്തിലേക്ക് ആവശ്യത്തിന് പിന്നെ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യണം. ഞാൻ എപ്പോഴും മിക്സിയിൽ ഇങ്ങനെ അരച്ചേച്ച് വന്ന് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ചുമ്മാ അങ്ങ് അതിലേക്ക് ഇതാക്കി എടുക്കുക ചെയ്യണം. അത് ശരിയായ ഒരു രീതിയല്ല. എളുപ്പത്തിന് വേണ്ടിയാ. എന്നാന്നറിയാമോ, പല പാത്രങ്ങൾ കഴുകണ്ടല്ലോ. കുക്കിംഗ് ഉള്ള ദിവസം കുറെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ദിവസം 3 അല്ലെങ്കിൽ 4 വീഡിയോ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഒരു വീഡിയോയല്ല ഒരു ദിവസം എടുക്കണത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇവള് ഫ്രീ ആയിട്ടുള്ളപ്പോഴാണ് ചെയ്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പരമാവധി എന്നാലും പാത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ പാത്രം കുറയ്ക്കാൻ വേണ്ടി മിക്സിന്ന് എപ്പോഴും അങ്ങ് കഴുകി ഒഴിക്കും. ഇന്നും വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ ഓർത്തു
ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് പറയുകയും, പുളി കുറവാ പറയുകയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്താൽ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പാത്രം കിട്ടുന്നത് എനിക്കൊന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കില്ലേ അത് പറഞ്ഞു തന്ന കാര്യം നടക്കൂല. വാളംപുളി കേട്ടോ. വാളംപുളി പിഴിഞ്ഞ സിറപ്പ് സൂക്ഷിച്ചൊഴിക്കണം. ഭയങ്കര പുളിയാ ഇതിന്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞോളെക്കെ ഞാൻ മേടിപ്പിച്ച പുളിയാ. നമുക്കധികം പുളി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് നല്ല നൂറുണ്ട്, അതുകൊണ്ട് നല്ല പുളിയാ. അധികം പുളിയായ കറി ശരിയാവൂല. ഇച്ചിരി പുളിയൊക്കെ അധികമായാ പറ്റൂല. അത് കൂടുതലങ്ങ് ഇരുന്നോട്ടെ. കാരണം നോമ്പ് സമയത്ത് ചോറൊക്കെ ഉണ്ണുമ്പോ ഇച്ചിരി പുളിയൊക്കെ കൂടുതൽ നിന്നാലല്ലേ മുകുളങ്ങളൊക്കെ ഉണരുവോ. അതൊക്കെ ശരിയാ. പക്ഷേ ഇല്ലേ, ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട് അധികം ഉണ്ടിരിക്കേണ്ട സമയമല്ലാന്ന്. അപ്പൊ ഞാൻ അതനുസരിച്ചേ കറിയൊക്കെ ശരിയാക്കോളൂ. ഉപ്പ് കുറവുണ്ട്. പുളിയുണ്ടോ? പുളിയുണ്ട്, ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ചേർക്കാട്ടോ. പുളിയും ഇതുമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഉപ്പിന് നല്ല കുറവുണ്ട്. അതെ, ചേർക്കുവാണേ. ഇത് മതിയാവൂ കേട്ടോ. നമുക്ക് നോക്കാം. ഇനി നമുക്ക് കടുക് വറക്കണം കേട്ടോ. ഇത് പതുക്കെ തികന്നു വരുമ്പോ അതറിയാലോ എങ്ങനെയാന്നുള്ളത്. തികന്നു വരുമ്പോ ഇത് ഗ്യാസിൽ നിന്ന് മാറ്റുക, എന്നിട്ട് കടുക് വറക്കുക. അത്രേ ഉള്ളൂ കറി. അല്ല പരിപാടി. ഞാൻ കുഴച്ചെടുത്തത് കൊണ്ടാണ് അതേ ഇങ്ങനെ കായൊക്കെ കഷ്ണം കുഴഞ്ഞു കിടക്കണം കേട്ടോ. ഞാൻ അതിന്റെ കാരണം പറഞ്ഞു, ഞങ്ങൾക്ക് കുഴയണത് താല്പര്യം ആയതുകൊണ്ടാണ്. ഇച്ചിരി പുളിയോടെ ചേർത്തേക്കാം, ഒരു പൊടിക്ക്. ഇത് മതിയാവും. ഒരുപാടായി കഴിഞ്ഞാലേ പുളിയുടെ കുത്തായി കഴിഞ്ഞാൽ അപ്പം ചോദിക്കും പുളിപ്പാട്ട് തുറന്ന് വീണോന്ന്. ഇതിലേക്ക് കലത്തിലേക്ക് പുളി മറിഞ്ഞു വീണോന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് പതുക്കെ തേങ്ങയരപ്പ് കറി ആകുമ്പോ പതുക്കെ ഒന്ന് തിളച്ചു വരുമ്പോ ഗ്യാസിൽ നിന്ന് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ അരപ്പ് കറിയല്ലേ പുളിയും ചേർത്തുകൊണ്ട് പിരിപിരിവെന്നൊക്കെ ആയി പോകും. നല്ല കറിയാടി, നിനക്കും ഇഷ്ടപ്പെടും. എന്നാന്ന് വെച്ചാൽ പുളിയുണ്ട്. പിന്നെ ഇല്ലേ, 2 നേരത്തേക്കൊക്കെ പറ്റും. ചെമ്മീൻ ഇടാത്തോണ്ട് അതിന്റെ കുറവ് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയും ഒന്ന് കഴിക്കാം. അതെ, ഞാൻ പറഞ്ഞില്ലേ പല കറികളല്ലേ നമ്മൾ ട്രയലാ ചെയ്യണത്. ലാസ്റ്റ് കടുക് പൊട്ടിക്കണ കൂടെ ഞാനേ 2 തരി കടുകും 2 തരി ഉലുവേ ഇട്ടിട്ട് ഞാൻ ചുവന്നുള്ളി വേപ്പില കേട്ടോ. അത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാം. അങ്ങനെ ചാറ് കറി റെഡിയായി. ഇന്ന് ഒരു കറിയില്ല. ഉച്ചത്തേക്ക് ഉലർത്തുകറിയും തയ്യാറാക്കാനുണ്ട്. ഉലർത്തുകറിയും തയ്യാറാക്കണം. എന്നാലേ ഇന്ന് ഉച്ചത്തെ ഊണ ശരിയാവുള്ളൂ. ഒരു ചാറ് കറി മാത്രം കൂട്ടി ഉണ്ണാൻ പറ്റില്ല. ഇന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. പരിപാടിയും കഴിഞ്ഞ ഫൈനൽ മേക്കപ്പ്. പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാൻ 1 മിനിറ്റ് ഒരു സാധനം ഒന്ന് നോക്കട്ടെ കേട്ടോ. അവിടെ ഇരിപ്പുണ്ടോന്ന്. ഈ പടം എടുത്തോന്നേരത്തേക്ക് ഉണ്ടെങ്കിൽ എടുത്തോന്ന് വരാം. ഇല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോടൊരു പാത്രത്തിന്റെ കാര്യം. ഇത് ഉപയോഗശൂന്യമായിട്ട് വർക്ക് ഏരിയയുടെ അപ്പുറം തട്ടിലിട്ടേക്കണം. അതായത് ഇതൊക്കെ ഇതിലിങ്ങനെ പിടിച്ച് പുള്ളും പാണ്ടും പിടിച്ചിരിക്കണം. ഇത് ഉപയോഗിക്കാറേ ഇല്ല. ഇത് കണ്ടാ അറിയാലോ. സൈഡിലെല്ലാം തുരുമ്പായി കേട്ടോ. അതെ, ഇതെല്ലാം തുരുമ്പായി. ഇത് അമ്മച്ചി ഉള്ള സമയത്ത് 10-25 കൊല്ലം മുമ്പുള്ള സാധനമായിരുന്നു. അപ്പൊ ഞാനത് ഓർമ്മയ്ക്ക് വേണ്ടി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ കുറെ കടകളിൽ ഈ പാത്രമായിട്ട് പോയിട്ടുണ്ട്. തൃപ്പൂണിത്തറ പോയിട്ടുണ്ട്, എറണാകുളത്ത് സഹിത ക്രോക്കറി, മുഹമ്മദ് ക്രോക്കറി, എന്തൊരു ഷോപ്പിലാണ് പോയേക്കണത്. എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ അവര് പറഞ്ഞു ഇപ്പൊ അവര് എങ്ങനെയാണെന്നറിയോ കാണിക്കുന്നത്. അവര് പറഞ്ഞു ഈ പാത്രത്തിന് ചേച്ചി കവടിപ്പാത്രം എന്ന് പറയും, ഇതിന്റെ പരിഷ്കരിച്ച ഫോമാന്ന് പറഞ്ഞ ഗ്ലാസ് അടപ്പോട് കൂടിയ എടി ഇങ്ങനെ 2 സൈഡില് ഹാൻഡിലായിട്ട് ഇങ്ങനെ പൊക്കമുള്ള പാത്രങ്ങളാണ് അടപ്പോടുകൂടി സെറ്റായിട്ട് വരുമോ വഞ്ഞുള്ളെന്ന് പറഞ്ഞു ഇവിടെ. പക്ഷെ ഒരുപാട് പേരുടെ വീഡിയോസിൽ ഇങ്ങനത്തെ പാത്രങ്ങൾ കാണാറുണ്ട്. അപ്പൊ ആരോ ചോദിച്ചപ്പോ ഏതൊരു വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചതെന്ന്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാത്രം കസ്റ്റഡിയിൽ ഉണ്ടെങ്കിലും ഇതിനെപ്പറ്റി എവിടെന്നാ മേടിക്കണേന്ന് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അതെ, ബാക്ക് സൈഡ് ഇങ്ങനെയാ. ഇങ്ങനെ ഇത് ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കല്ലേല അരച്ചേച്ച് അരപ്പ് ഇങ്ങനെ പാളയം കൊണ്ട് വടിച്ച് ഇതിലേക്ക് ഇടും അരകല്ലിന്ന്. എന്നിട്ട് ഇതിൽ വെള്ളമൊക്കെ ആവശ്യം ചേർത്ത് ചാറിനുള്ള വെള്ളമൊക്കെ കല്ല് കഴുകി ഇതിലേക്ക് തന്നെ ഒഴിക്കും. എന്നിട്ട് ഒഴിച്ചേച്ച് അതാണ് അരപ്പ് കറിയിലേക്ക് ചേർക്കണം. ശരിക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ഇത് കിട്ടുവാണെങ്കിൽ എന്താണെങ്കിലും ഒരു 2 മേടിച്ചു വെക്കണം. ഞാനിങ്ങനെ പല സംഗതിയും ഞാൻ എല്ലാ കാര്യവും ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കും എവിടെന്നാ വാങ്ങിച്ച ഇഷ്ടമുള്ള പാത്രങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അതനുസരിച്ച് മേടിക്കാൻ പറ്റൂലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കേട്ടോ. വേറൊരു രസം പറയാട്ടോ. ഈ അമ്മച്ചിയുടെ ഈ പാത്രം കണ്ടോണ്ട് ഞങ്ങളുടെ സന്താനം ചെറുതായിരുന്നപ്പോ അമ്മച്ചിയോട് പറയും, അമ്മച്ചിയുടെ ഈ പാത്രം പോലത്തെ എനിക്ക് വേണമെന്ന്. അന്നേരം അമ്മച്ചി പറയും, എന്റെ പിള്ളേ ഞാനെങ്ങും പുറത്തു പോണില്ലല്ലോ, ഞാൻ അവനോട് പറയാന്ന് അപ്പയോട് പറയാന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു കൊച്ചിന് ഇങ്ങനത്തെ ഒരു പാത്രം നീ മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞ്
അപ്പ നീ ഒരു 2 വയസ്സോ 3 വയസ്സൊക്കെ ഉള്ളപ്പോഴാന്ന് എനിക്ക് തോന്നണേ. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു കുഞ്ഞു പാത്രം മേടിച്ചത് ദേ നിന്റെ ഇവളുടെ റൂമിൽ ഷെൽഫിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കും. അമ്മച്ചി അങ്ങനെയാ, ഹസ്ബൻഡും അങ്ങനെയാ, ഞാൻ അതിലും കൂടിയതാ കേട്ടോ. പൊട്ടിപ്പോയാലും ഞാനതിങ്ങനെ അടുക്കി സൂക്ഷിച്ച് സ്റ്റോറിൽ ഉപയോഗശൂന്യമായ ബർത്തിലിട്ടേക്കും. നാളെ എന്നോട് ഒരു ദിവസം ചോദിക്കും, ഈ സ്ഥലം മെനക്കെടുത്തി ആവശ്യമില്ലാത്തൊക്കെ വെച്ചേക്കണ എന്തിനാണ്? അതൊരു മാനസികാവസ്ഥയാന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കളയൂല എന്നുള്ളത്. പക്ഷെ കളയേണ്ട സാധനം ശരിക്കും കളയണത് നല്ലതാട്ടോ. ഇത് ഞാനിങ്ങനെ വെച്ചത് കൊണ്ട് അപ്പൊ നിങ്ങളോട് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, മറ്റേന് 10 മിനിറ്റ് മതി ചക്കക്കുരു. ഇളക്കട്ടെ? ഇനി ഈ ഫോമിൽ കിട്ടൂല. ഇല്ല, എടുത്തല്ലോ. ഓക്കെ, ഇതാണ് ശരിയായ ഫോം. ഞാൻ സ്പൂണ് കൊണ്ട് കോരി, ഇതും കൊണ്ട് കോരി അങ്ങനെ കിട്ടൂല. സ്പൂണ് കൊണ്ട് കോരി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പേനെ നമുക്ക് പറ്റിക്കാം. അപ്പയ്ക്ക് ഒഴിച്ചുകറി കൊടുത്തേച്ച് പറയാം ഇതെന്നാന്നൊന്ന് പറയാവോന്ന്. അറിഞ്ഞിട്ടില്ലല്ലോ ഈ കറി ഉണ്ടാക്കണം. ഇന്നലെ ഏത്തക്ക മേടിപ്പിച്ചപ്പോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏത്തക്കായ ഇതിനാണ്, അവിയലിനാ. അപ്പൊ പിന്നെ എന്തിനാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വൻപയർ ഇട്ട് ഉലർത്താനാന്ന് പറഞ്ഞപ്പോ അതിലാ വിശ്വസിച്ചിരിക്കണം. അവിയലുണ്ടാക്കണം, നാളെ ഉണ്ടാക്കണോളൂ. നോക്കട്ടെ കേട്ടോ. അല്ല, നല്ലത് മീൻസ് ഒരു വെറൈറ്റി അത്ര പുളിയുണ്ട്, അതുകൊണ്ട് കൊള്ളാം. നോക്കിക്കേ, എനിക്ക് ഇഷ്ടപ്പെടും പുളിയുള്ളതുകൊണ്ട്. നല്ലതാ, പുളിയുണ്ട്. പുളിയൊക്കെയാണ് നല്ല സ്വാദം. അടച്ചോ. ഒരു വീഡിയോയിൽ അമ്മയുടെ പുതിയ നൈറ്റികളൊക്കെ കണ്ടില്ലേ? അതിലൊരു നൈറ്റി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഈ നൈറ്റി അധികം ദിവസം നിങ്ങൾ ഇട്ട് കാണുകയല്ലേ. കാരണം ഈ നൈറ്റി സൂക്ഷിച്ചു വെക്കാൻ വെച്ചേക്കണേ. കാരണം ഒരുപാട് ലൈറ്റ് ആയതുകൊണ്ടേ 2 ദിവസം അടുക്കളയിൽ ഇടുമ്പോഴത്തേക്കും ചമ്പാവും. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ചാൽ കഴുകി 1, 2, 3 നൈറ്റി ഓൾറെഡി ഷെൽഫിൽ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണങ്ങി എടുക്കുക, ഇത് അങ്ങോട്ട് വെക്കുക. അപ്പൊ പിന്നെ അത് ഉപയോഗിക്കാൻ എടുക്കാം. ഇതാകുമ്പോ ഞാൻ പറഞ്ഞില്ല എമർജൻസിക്ക് വേണ്ടി, അതാകുമ്പോ പിന്നെ മുഷിവ് വരൂലല്ലോ. അപ്പൊ പിന്നെ ബ്ലൂ എപ്പോഴും കാണും കേട്ടോ. ഇതിന്റെ ഒപ്പമുള്ള ബ്ലൂ കാണും. കാരണം അത് അത്ര ലൈറ്റ് അല്ലല്ലോ. ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോഴേ പെട്ടെന്ന് ചെളി പിടിക്കും. ഓക്കെ, ഇവിടെ സ്പെഷ്യൽ കറി. അതെ, ചോറിലേക്കല്ല ഒഴിക്കുന്നത്, ഓട്സ് കഞ്ഞിയിലേക്ക് കുറച്ചുകൂടി ഒഴിക്കാം കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുളിയുള്ളത് കൊണ്ട് നല്ലതാണ്. മട്ടിക്കില്ല. മതി, ധാരാളം മതി. ഒന്ന് എടുത്ത് കാണിക്കും, ഒരു പടം എടുക്കാനാ. പിന്നെ ഞാൻ കോരി വെച്ചിട്ട് പകുതി കോരി വെച്ച്. ടൊമാറ്റോ, ഏത്തക്ക, ചാറുകറി, തേങ്ങ അരച്ച, പുളി പിഴിഞ്ഞ നല്ല രുചിയാ. അത് രുചിയാ. ഇപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് അധികം ഒഴിക്കണില്ല. വേണമെങ്കിൽ പിന്നെ കൊടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടു ഇത് എന്തായാലും. അപ്പയ്ക്ക് പിക്കിളുണ്ട്, എനിക്ക് ചമ്മന്തിപ്പൊടി. നിനക്ക് ചമ്മന്തിപ്പൊടി വേണം? വേണ്ട, ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ പൊടിച്ചത്. അപ്പയ്ക്ക് പിക്കിളാം. ഇത്രേ ഉള്ളൂ എന്ന് കറി. അത്രേ ഉള്ളൂ. അമ്മയും ഇപ്പൊ തന്നെ എടുക്കുന്നതാണ്. കാന്താരിപ്പിക്കിളാ. ഇത് തീരാറായി. ഇത് ഇട്ടു, പുതിയത് ഇട്ടു. ഇത് തീരാറായി. നിനക്ക് വേണ്ടല്ലോ? വേണ്ട. ചാറുകറി മീതെ അറിയാതെ അങ്ങ് ഒഴിച്ചു. അരികിൽ വെക്കണായിരുന്നു ഇഷ്ടം. ഞാനും ഓർത്തു അമ്മ അങ്ങനെ ചൂട് കൊണ്ടില്ലേ, ചൂട് കൊണ്ടെല്ലാം മറന്നു പോവാ. ഉച്ചയാകുമ്പോഴത്തേക്ക് കുറച്ച് ഇത് പോവുക. ഇപ്പൊ എന്നെ ഇടേന്ന് അറിയില്ല. വെയിലാറുമ്പോഴത്തേക്ക് ശരിയാവും. നട്ടുച്ചയാകുമ്പോ കുറച്ച് അയക്കൊക്കെ പോവും. കഴിക്കാട്ടോ. ആദ്യമായിട്ട് വെക്കണ കറിയല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കഴിക്കാം, തെറ്റില്ല. ഒരു സാമ്പാറും ചക്കക്കുരു മാങ്ങയൊക്കെ ഒന്ന അതിൽ നിന്നൊരു മോചനം. അപ്പൊ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ഡിഷുകള്. മുരിങ്ങക്കോലും ചക്കക്കുരും കൂടെ വലത്തിയ കോലെല്ലാം വെന്ത് കലങ്ങിപ്പോയി. ചക്കക്കുരു തിളച്ച് കഴിഞ്ഞപ്പോൾ മുരിങ്ങക്കോൽ ഇട്ടാൽ മതിയായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു കലത്തിൽ വേവിച്ചുകൊണ്ട് വേവ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷെ അത് പെട്ടെന്ന് വെന്തു. പുതിയ കുരുവല്ലേ അതാ. അപ്പം അതുകൊണ്ട് ഇത് കലങ്ങിയും പോയി. അതാ പറ്റിയത് കേട്ടോ. നല്ല രുചിയുണ്ട്, പക്ഷെ ഇങ്ങനെ കലങ്ങിയ ഒരു സുഖമില്ല പോലെ. ഓക്കെ.